ഹലോ ഗെയ്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ഒരു ഗോതമ്പം കൊണ്ട് നല്ലൊരു റൊട്ടിയായിട്ട് ഉണ്ടാക്കിക്കണേ. പൊറോട്ട എന്നും പറയാം, ഗോതമ്പ് പൊറോട്ട എന്നും പറയാം. നല്ലൊരു ടേസ്റ്റ് അത് ഉണ്ടാക്കിയാൽ. രാവിലെ ഗോതമ്പ് കൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുത്തുക്കണേ, ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി. ഇതിക്ക് മുട്ടക്കറിയോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കട്ടോ. ഇനി വെറുതെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൊറോട്ടേനേക്കാളും ടേസ്റ്റ് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമ്മളെ വീഡിയോ ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തുക്കണം കേട്ടോ. നിങ്ങൾ ആവശ്യത്തിനില്ല എടുത്തോളി. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തോനെ അധികം വേണം, കുറച്ച് ആൾക്കാരുണ്ടാവുന്നുണ്ട്. ഈ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഉപ്പൊന്നും അധികം ഇടരുത്, പാകത്തിന് ഇട്ട് കൊടുത്തോളൂ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാരയും വേണം. ഉപ്പും പഞ്ചസാര ഇട്ടുങ്ങാണ്ട് കുറച്ച് ഓയിൽ ഒഴിക്കട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിക്കണത്. നിങ്ങൾ നെയ്യൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒഴിച്ചോളി. നെയ്യ് ഒഴിച്ചുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത്. മൈദ കൊണ്ട് ഉണ്ടാക്കട്ടോ. അങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ടാകുമ്പോൾ നല്ലൊരു ഹെൽത്തിയാണ്. മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും കേട്ടോ. അങ്ങനെ ഇതൊക്കെ നന്നായി ഒന്നേ തിരുമ്മി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യമൊക്കെ ഒന്ന് എല്ലായിടത്തും കൂടി എത്താനൊക്കെ തോന്നും. ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം. നമുക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ടേ കുഴച്ച് കൊടുക്കട്ടോ. വെള്ളം ചേർത്ത് കുഴച്ച് കൊടുക്കാം. അങ്ങനെ കുറച്ചീച്ച വെള്ളം ചേർത്തുകൊണ്ട് ഇങ്ങനെ കുഴക്കണ്ടോ. അല്ലെങ്കിൽ വെള്ളം അധികമായിട്ട് പിന്നെയും പൊടിയിടേണ്ടി വരും. അങ്ങനെ നമുക്ക് അതൊക്കെ കുഴച്ചെടുക്കാം. തണുത്ത നോർമൽ വാട്ടറിലാട്ടോ അത് കുഴച്ചെടുക്കേണ്ടത്. ചുടുവെള്ളത്തിലൊന്നും കുഴച്ചെടുക്കരുത്. നമുക്ക് നന്നായി കുഴച്ചിട്ടേ 1 മണിക്കൂർ വെച്ചോളി. എന്നാലും നല്ലതാണ്. അരമണിക്കൂർ വെച്ചാലും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ പാകത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പാകത്തിന് പഞ്ചസാര, ഞാൻ അതിൻ്റെ കാര്യം മറന്നിരുന്നു, പഞ്ചസാരൻ്റെ കാര്യം. പിന്നെ ലാസ്റ്റ് ഇട്ടത് ആദ്യം ഇട്ടെടുത്താലും മതി, ലാസ്റ്റ് ഇട്ടാലും ചേരുകയൊക്കെ ചെയ്യും. അങ്ങനെ കൂട്ടുകാരെ, നമ്മളെ ഗോതമ്പ് മാവൊക്കെ രാവിലെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ നമുക്കൊന്ന് പൊറോട്ടയൊക്കെ തിന്നാൻ പൂതിയാകുമ്പോഴേ അങ്ങനെ ഉണ്ടാക്കി നോക്കി. പൊറോട്ടേനേക്കാളും ടേസ്റ്റ് കേട്ടോ. ഈ ഇറച്ചിക്കറിയും മുട്ടക്കറിയും ഒക്കെ കൂട്ടി നല്ല ടേസ്റ്റാണ്. മീൻ കറിയൊക്കെ പറ്റും. ഇനി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വെറുതെ ചായയുടെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടേ നന്നായി കുഴച്ചാണ്ട് നമുക്ക് ഞാൻ അപ്പോൾ 1 മണിക്കൂറേരം വെച്ച് കൊണ്ടു. നിങ്ങൾ അരമണിക്കൂർ വെച്ചാലും മതി. രാവിലെ നീച്ചൊക്കെ ഞാൻ കുഴച്ച് വെച്ചാലേ ആ നിസ്കാരം നിങ്ങളെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കട്ടോ. ഒന്ന് അടച്ച് വെക്കാം. അങ്ങനെ അടച്ചിട്ടേ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഇതെടുത്തത്. ഞാൻ കുറച്ച് നേരത്തെ നീച്ചിരുന്നു രാവിലെ. അതൊക്കെ കുഴച്ച് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് പരത്താൻ തുടങ്ങിയത്. അങ്ങനെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ. ഇനി നമുക്ക് പാകത്തിന് ചപ്പാത്തിൻ്റെ മാവിൻ്റെ പോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിതിന് 10 ഉണ്ടാക്കാമല്ലോ കിട്ടിയിട്ടോ. 2 ഗ്ലാസ് പൊടിയേറ്റ് നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതി. ഞാൻ എനിക്ക് ആവശ്യത്തിന് എടുത്താണ്. ഇനി 1 കപ്പ് കൊണ്ട് മണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി, പഞ്ചസാരയും ഉപ്പുമൊക്കെ. അങ്ങനെ ഗേസ് ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലൊരു രാവിലെയും വൈകുന്നേരത്തൊക്കെ പറ്റും കേട്ടോ. അധികം ഓയിലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതൊക്കെ കുഴച്ച് റെഡിയാക്കി നമുക്ക് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ഒരു ട്രിപ്പ് ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം ഞാൻ. നമ്മളിത് പൊറോട്ടൻ്റെ പോലെ വീശി അടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. സദാ ചപ്പാത്തി പരത്തണ മാതിരി പരത്തിയാൽ മതി. നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തണ പോലെ കുറച്ച് പൊടി തൂവിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. നൈസാക്കി പരത്തിക്കോളൂ, കട്ടി കുറച്ച് കണ്ട്. ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി കൊണ്ട് എല്ലാതും ഉണ്ടാക്കും. ചപ്പാത്തി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, പൊറോട്ട ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാം. നല്ലതുമാണ് രാവിലെയും വൈകുന്നേരത്തൊക്കെ നല്ലതാണ് ഗോതമ്പ് പൊടി ഉണ്ടാക്കണം.
മൈദ ആകുമ്പോൾ കുറച്ച് ഹെൽത്തി അല്ലല്ലോ, ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങളൊക്കെ ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കട്ടോ, മൈദ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് നന്നായി പരത്തിയെടുക്കട്ടോ, കനലില്ലാതെ. നല്ല പരക്കണമുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടല്ലോ പൊടിയൊക്കെ. അപ്പം നല്ലോണം പരക്കണമുണ്ട്. നമുക്ക് കുറച്ച് എണ്ണയിലിങ്ങനെ തൂവി കൊടുത്തിട്ടേ ഒന്ന് മടക്കിയെടുക്കട്ടോ. ഈ പൊടി വേണമെങ്കിൽ നിങ്ങൾ തൂവിക്കോളൂ. ഞാൻ മൈദയാണെങ്കിൽ പൊടി തൂവാം, ഗോതമ്പ് പൊടിയാകുമ്പോൾ ഞാൻ തൂവിയിട്ടില്ല കേട്ടോ. പൊടി തൂവേണ്ട ആവശ്യമൊന്നുമില്ല. ഓയിൽ പുരട്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് പൊടി തൂവി കൊടുത്തോളൂ. ഞാൻ അതിൽ പൊടിയൊന്നും തൂവിയിട്ടില്ല, പൊടി തൂവേണ്ട ആവശ്യമില്ല. മൈദയാണെങ്കിൽ പൊടി തൂവിക്കോളൂ, ഇത് ഒന്നുകൂടി ഡ്രൈ ആയി നിൽക്കുള്ളൂ. അങ്ങനെ ഗേസ് ഇങ്ങനെ മടക്കട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് അവിടെയും കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. ഇപ്പുറത്തേക്ക് ഒന്ന് മടക്കുക. അങ്ങനെ 4 ഭാഗം മടക്കിയിട്ടൊന്ന് പരത്തണം നമുക്ക്. അപ്പോൾ ഒരു ചതുരാകൃതിയിൽ ഇങ്ങനെ വരും ചെയ്യും. ഉള്ളിലിങ്ങനെ ലെയറായിട്ട് അതിൻ്റെ ചുട്ടിടുമ്പോഴേ നല്ല പൊള്ളക്കും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടോ കഴിക്കാൻ. ഇവിടെയും കുറച്ച് ഓയിൽ ത്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അങ്ങനെ ഈ 4 ഭാഗം ഓയിലൊക്കെ ത്രെഡ് ചെയ്തിട്ടേ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. 2 ഭാഗവും മറിച്ചിട്ട് ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ നല്ലോണം വീർത്ത് വരും, നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ ഗേസ് നമ്മുടെ പൊറാട്ട, ഗോതമ്പ് പൊറാട്ട എന്നും പറയും, റൊട്ടി എന്നും പറയട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ട് പൊറാട്ടനേക്കായി ടേസ്റ്റാട്ടോ. പൊറാട്ടനൊക്കെ പോലെ തന്നെ ഇറച്ചിക്കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയൊക്കെ അത് കഴിക്കട്ടോ. വെജിറ്റബിൾ കുറുമൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനി ഒന്നും വേണ്ട, വെറുതെ നിങ്ങൾ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ലൊരു റെസിപ്പി ആത്തത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ച്.